ഗൈസ് ഓർണമെന്റൽ ഫിഷ് ആയിക്കോട്ടെ, എഡിബിൾ ഫിഷ് ആയിക്കോട്ടെ, ഏത് ഫിഷും ആയിക്കോട്ടെ, നമ്മൾ ഈ ഒരു ഫുഡിന് ഉണ്ടാകുന്ന എക്സ്പെൻസ് നമുക്ക് കുറച്ചുകൂടി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാകുന്ന പ്രോഫിറ്റ് കുറച്ചുകൂടെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് പറ്റില്ലേ. നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓർണമെന്റൽ ഷൂംസിന് നമുക്ക് ഇന്നൊരു രാത്രിക്കത്തേക്കുള്ള ഫുഡിനുള്ള ആകെ ചിലവ് എന്ന് പറയുന്ന ഒരു പൊട്ടറ്റോ ആണ് കേട്ടോ. ഒരേ ഒരു പൊട്ടറ്റോ മതി. നമ്മൾ നല്ല രീതിക്ക് ബോയിൽ ചെയ്തിട്ടാണ് ഇപ്പോൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ കളർ കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പല പല പച്ചക്കറികൾ കൊടുക്കാറുണ്ടല്ലേ. ഒരു ദിവസം ഒരു പൊട്ടറ്റോയോ ഒരു ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ എല്ലാ ടാങ്കിലും നല്ല രീതിക്ക് പ്ലാന്റ്സും അതിൻ്റെ അത്യാവശ്യം DK ആയ ലീവ്സും ബദാം ലീഫും പയറിൻ്റെ ലീഫ് കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് കിടപ്പുണ്ട്. അപ്പോൾ അത് നാശമായിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ചെറിയ മൈക്രോ ഓർഗാനിസവും കാര്യങ്ങളെല്ലാം ഇവർ നല്ല രീതിക്ക് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നാച്ചുറലായിട്ട് കിട്ടുന്നതുകൊണ്ടും നമ്മൾ ഈ പച്ചക്കറി കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ നല്ല രീതിക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ടും നമ്മുടെ ഷ്രിമ്പിന് നല്ല ക്വാളിറ്റി ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫുഡിന് പറയാൻ മാത്രം വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് എന്താ പറയുക, ഗപ്പീനൊക്കെ ഫീഡ് ചെയ്യുന്ന പോലെ പെൻസ്വീന്, ആർട്ടീമിയ ഫ്ലേക്സ്, ഇതേപോലെ നിരവധി സാധനങ്ങൾ 100 ഗ്രാമിന് 100 ഗ്രാമിന് 150 രൂപ 200 രൂപ കൊടുത്ത് മേടിക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള മെച്ചോ കാര്യങ്ങളെല്ലാം നമുക്ക് ഷ്രിമ്പിനെ വളർത്തുമ്പോൾ ഉണ്ട്. അപ്പോൾ വേണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബയോ നോക്കിയാൽ